കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ കിഷ്കിന്ധാകാന്ഡം 1-ാം സർഗം 45-ാമത്തെ ശ്ലോകം ചെയ്താണ് നിർത്തിയത്. അതിൽ പറഞ്ഞത് ഹനുമാൻ അവർ രണ്ടുപേരുടെയും സമീപത്തിൽ, അതായത് ഭഗവാന്റെയും ശ്രീരാമ ഭഗവാന്റെയും സുഗ്രീവൻ്റെ അടുത്ത് അഗ്നി ജ്വലിപ്പിച്ചു. എന്നിട്ട് അഗ്നി സാക്ഷിയായിട്ട് രാമനും സുഗ്രീവനും വളരെ ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി അന്യോന്യം ആലിംഗനം ചെയ്തിട്ട് സുഗ്രീവൻ ശ്രീരാമൻ്റെ സമീപത്ത് ഇരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി 46. സ്വദന്തം കഥയാമാസ പ്രണയാദ്രഘുനായകേ സഖേ ശൃണു മമോദന്തം ബാലിനായൽകൃതം പുരാ. രഘുനായകെ പ്രണയാദ്, രഘുനായകനിലുള്ള സ്നേഹം കൊണ്ട് സ്വദന്തം കഥയാമാസ, തൻ്റെ വർത്തമാനം പറഞ്ഞു. അതായത് ശ്രീരാമന് നല്ല വിശ്വാസമായി. അത് കാരണം തൻ്റെ കഥ പറഞ്ഞു സുഗ്രീവൻ അടുത്തിരുന്നിട്ടെ. സഖേ ബാലിന പുരാ യൽകൃതം മമ ഉദന്തം ശൃണു. ഹേ സഖേ, ഇപ്പോൾ സഖിയായില്ലോ, മിത്രമായില്ലോ. ഹേ മിത്രമേ, ബാലിയാൽ പണ്ട് എന്താണ് ചെയ്തത്, എന്നോട് ബാലി ചെയ്തത് എന്നത് എൻ്റെ ആ വർത്തമാനത്തെ, എൻ്റെ ആ കഥയെ അങ്ങ് കേട്ടാലും എന്ന് പറഞ്ഞു. അതായത് ശ്രീരാമന് നല്ല വിശ്വാസമായി, സ്നേഹം തോന്നി. അപ്പോൾ സുഗ്രീവൻ തൻ്റെ കഥകളും സുഗ്രീവനോട് തൻ്റെ വിഷമങ്ങളും പരിഭവങ്ങളും ഒക്കെ ശ്രീരാമനോട് പറയാൻ തീർച്ചയാക്കിയിട്ട് പറഞ്ഞു. ഹേ മിത്രമേ, ബാലി പണ്ട് എന്നോട് പ്രവർത്തിച്ച സംഗതികളെ പറ്റിയൊക്കെ ഞാൻ പറയാം, കേട്ടോളൂ. എന്തുകൊണ്ടാണ് ഞാനും ബാലിയും കൂടിയിട്ട് ഇങ്ങനെ ദേഷ്യമായതെന്നൊക്കെ ആ കഥയൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞു. സ്വദന്തം കഥയാമാസ പ്രണയാദ്രഘുനായകേ സഖേ ശൃണു മമോദന്തം ബാലിനായൽകൃതം പുരാ. 47-ഉം 48-ഉം ഒന്നിച്ചേട്ടോ. മയപുത്രോഥ മായാവി നാംന പരമ ദുർമദ കിഷ്കിന്ധാം സമുപാഗത്യ ബാലിനം സമുപാഹ്വയത്. സിംഹനാദേന മഹതാ ബാലീതു തദമർഷണ നിര്യയൗ ക്രോധതാമ്രാക്ഷോ ജഘാന ദൃഢമുഷ്ടിന. പരമ ദുർമദ നാംന മായാവി മയപുത്ര, ഏറ്റവും അഹങ്കാരിയും മായാവിന്ന് പേരുള്ളവനുമായ മയൻ്റെ പുത്രൻ, മയൻ്റെ പുത്രൻ മായാവി, മഹാദുഷ്ടൻ. കിഷ്കിന്ധാം സമുപാഗത്യ, കിഷ്കിന്ധയിൽ വന്നിട്ട് മഹതാ സിംഹനാദേന, മഹത്തായ ഗർജനത്തോടുകൂടി ബാലിനം സമുപാഹ്വയത്, ബാലിയെ വിളിച്ചു. തദമർഷണ ബാലിത്തു, അത് കേട്ടിട്ട് സഹിക്കാതെ ബാലി അമർഷം, അതായത് ദേഷ്യം വന്ന് ബാലിയാകട്ടെ നിര്യയൗ, നിര്യാണം ചെയ്തു, പോയി അങ്ങട്. ക്രോധതാമ്രാക്ഷ ദൃഢമുഷ്ടിന ജഘാന, എന്നിട്ട് ദേഷ്യം കൊണ്ട് തുടുത്ത കണ്ണുകളോട് കൂടിയവനായിട്ട് അവനെ ഇടിച്ചു. എന്താ പറഞ്ഞാൽ വെച്ചാൽ വളരെ ദുഷ്ടനും ദുരഹങ്കാരിയും മയൻ്റെ പുത്രനായിട്ടുള്ള മായാവി എന്ന് പേരായിട്ട് ഒരു അസുരൻ കിഷ്കിന്ധയിൽ വന്നു, ഇവരുടെ രാജ്യത്തെ, ഈ കൊരഞ്ഞന്മാരുടെ രാജ്യത്ത്. ഘോരമായിട്ട് ഗർജിച്ചുകൊണ്ട് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. അപ്പോൾ ദേഷ്യം വന്നു ബാലിക്കും. ബാലി എന്തു ചെയ്തു? യുദ്ധത്തിനായിട്ട് പുറപ്പെട്ട് ചെന്നിട്ട് ദേഷ്യം കൊണ്ട് ബാലിയുടെ കണ്ണ് തുടുത്തു. എന്നിട്ടോ ബലമായിട്ട് മുഷ്ടി ചുരുട്ടിയിട്ട് ഈ മയനെ ഇടിച്ചു. മയപുത്രനായിട്ടുള്ള മായാവിയെ ഇടിച്ചു.
ബാലി യുദ്ധത്തിന് വിളിച്ചിട്ട് തന്നെയാണ്. മായാവി തന്നെ വന്ന് യുദ്ധത്തിന് വിളിച്ചു. അപ്പോൾ യുദ്ധത്തിന് വിളിച്ചാൽ പോവാണ്ടിരിക്കുന്ന ഭീരുക്കളല്ലേ, യുദ്ധത്തിന് വിളിച്ചാൽ പോകണം, അല്ലെങ്കിൽ ഭീരുത്വമാണത്. അപ്പോൾ ഭീരുവാണല്ലോ ബാലി. അപ്പോൾ ബാലിക്ക് ദേഷ്യം വന്നു, പോയി ആരാ അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നത്. ഭയങ്കര ബലവാനാണ് ബാലി. അപ്പോൾ ദേഷ്യം കൊണ്ട് തുടുത്ത കണ്ണൊക്കെ ആയിട്ട് മുഷ്ടി ചുരുട്ടി അവനെ അങ്ങോട്ട് ഇടിച്ചു. അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. മായാവിയെ ബാലി ഇടിച്ചു. മയപുത്രോഥ മായാവി നാംന പരമദുർമദ കിഷ്കിന്ധാം സമുപാഗത്യ ബാലിനം സമുപാഹ്വയത്. യുദ്ധത്തിന് വിളിച്ചു കേട്ടോ. എന്നിട്ടാണ് സിംഹനാദേന മഹതാ ബാലീതു തദമർഷണ നിര്യയൗ ക്രോധതാമ്രാക്ഷോ ജഘാന ദൃഢമുഷ്ടിന. അടിച്ചു. ഇനി 49-50. ദുദ്രാവതേന സംവിഘ്നോ ജഗാമ സ്വഗുഹാം പ്രതി അനുദുദ്രാവതം ബാലി മായാവിനമഹം തഥ പ്രവിഷ്ടമാലോക്യ ഗുഹാം മായാവിനം രുഷാ ബാലി മാമാഹ തിഷ്ഠത്വം ബഹിർഗച്ഛാമ്യഹം ഗുഹാം ഇത്യുക്ത്വാവിശ്യ സ ഗുഹാം മാസമേകം ന നിര്യയൗ. ഉണ്ടായ കഥ പറയുകയാണ്. അങ്ങനെ ബാലി അവനെ ഇടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ടോ തേന സംവിഘ്ന, അതുകൊണ്ട് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ട് സ ഗുഹാം പ്രതി ജഗാമ, അവൻ്റെ ഗുഹയിലേക്ക് കയറിപ്പോയി. തിരിച്ച് ബാലിയുടെ ഒരു അടി കൊണ്ടപ്പോൾ മായാവിക്ക് അത്ര വേദനിച്ചപ്പോൾ മായാവിയുടെ ഗുഹയിലേക്ക് കയറിപ്പോയി. തിരിച്ച് ആക്രമിക്കാനുള്ള ശക്തി ഇല്ലാതെ, അല്ലെങ്കിൽ ധൈര്യമില്ലാതെ ബാലി തഥാ അഹം ച മായാവിനം തം അനുദുദ്രാവ. അപ്പം ബാലി ദേഷ്യം ശമിക്കാഞ്ഞിട്ട് ബാലി ഞാനും കൂടിയിട്ട് മായാവി, അതായത് അന്ന് സുഗ്രീവനും ബാലി നല്ല സ്നേഹത്തിലാണേ. അപ്പോൾ ദേഷ്യം സഹിക്കാനായിട്ട് ബാലി ഞാനും കൂടിയിട്ട് മായാവിയായിട്ടുള്ള അവനെ പിന്തുടർന്നു. അവൻ ഗുഹയിലേക്ക് കയറിപ്പോയി. തഥ ഗുഹാം പ്രവിഷ്ടം ആലോക്യ, അതിനുശേഷം ഗുഹയിലേക്ക് കടന്നു. എന്നിട്ട് നോക്കി, ഇങ്ങനെ ഗുഹയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി, ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നിട്ടേ ത്വം ബഹി തിഷ്ഠ. അപ്പം എന്നോട് പറഞ്ഞു ബാലി, നീയ് പുറത്തു നിന്നോളൂ. അഹം ഗുഹാം ഗച്ഛാമി, ഞാൻ അവൻ്റെ പിന്നാലെ ഗുഹയുടെ ഉള്ളിലേക്ക് പോട്ടെ, നീ ഇവിടെ പുറത്തു നിന്നോ. ഇതി ഉക്ത്വ, അത് പറഞ്ഞിട്ട് സഹ ഗുഹാം ആവശ്യ, ബാലി ആ മായാവിയുടെ പിന്നാലെ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. ഏകം മാസം ന നിര്യയൗ, 1 മാസം കഴിഞ്ഞിട്ടും ബാലി മായാവിയെ കൊന്ന് പുറത്ത് വരേണ്ടതാണല്ലോ, അത്ര സമയമൊക്കെ എടുക്കുമോ? കുറച്ച് ദിവസമൊക്കെ എടുത്തു എന്ന് വരാൻ യുദ്ധം ചെയ്തിട്ട്. പക്ഷെ 1 മാസം കഴിഞ്ഞിട്ടും ബാലിയും പുറത്തു വന്നില്ല, മായാവിയും പുറത്തു വന്നില്ല. അതായത് ബാലി അന്ന് ഭയങ്കരമായിട്ട് ഇടിച്ചു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. ആ ബാലിയുടെ ഇടി കൊണ്ടിട്ട് വല്ലാതെ വേദനിച്ചപ്പോൾ മായാവി തിരിച്ചിടിക്കാനൊന്നും ധൈര്യമില്ലാതെയും ശക്തിയില്ലാതെയും മായാവി തൻ്റെ ഗുഹയിലേക്ക് പാഞ്ഞു കയറി. അപ്പോൾ സുഗ്രീവൻ പറയണം, ഞാനും ബാലിയും കൂടി അവനെ പിന്നാലെ പിന്തുടർന്നു അവൻ്റെ ഗുഹയുടെ അടുത്തേക്ക്. ഞങ്ങളും പോയിട്ട് മായാവി ഗുഹയുടെ ഉള്ളിലേക്ക് ഓടിപ്പോയി. അപ്പോൾ ബാലി എന്നോട് പറഞ്ഞു, സുഗ്രീവ നീ പുറത്ത് നിന്നോളൂ, ഞാൻ ഗുഹയുടെ അകത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് എന്നെ ആ ഗുഹാദ്വാരത്തിൽ കാവലാക്കി. എന്നിട്ട് ബാലി പോയി. ഞാൻ 1 മാസം അവിടെ ഗുഹയ്ക്ക് കാവലായിട്ട് ആ ദ്വാരത്തിൻ്റെ അവിടെ നിന്നു. 1 മാസം കഴിഞ്ഞിട്ടും ആരും പുറത്തേക്ക് വന്നില്ല. ഒന്നുകിൽ ബാലിയെ കൊന്ന് മായാവി വരിക, അല്ലെങ്കിൽ മായാവിയെ കൊന്ന് ബാലി വരിക, രണ്ടും ഉണ്ടായില്ല. ദുദ്രാവതേന സംവിഘ്നോ ജഗാമ സ്വഗുഹാം പ്രതി അനുദുദ്രാവതം ബാലി മായാവിനമഹം തഥ പ്രവിഷ്ടമാലോക്യ ഗുഹാം മായാവിനം രുഷാ ബാലി മാമാഹ തിഷ്ഠത്വം ബഹിർഗച്ഛാമ്യഹം ഗുഹാം ഇത്യുക്ത്വാവിശ്യ സ ഗുഹാം മാസമേകം ന നിര്യയൗ. 1 മാസം കഴിഞ്ഞിട്ട് വന്നില്ല എന്ന് അല്ലേ. ഇനി 51, 52, 53 ഒന്നിച്ചാണ്. മാസാദൂർധ്വം ഗുഹാദ്വാരാ നിർഗതം രുധിരം ബഹു തദ്ദൃഷ്ട്വാ പരിതപ്താംഗോ മൃതോ ബാലീതി ദുഃഖിത ഗുഹാദ്വാരിശിലാമേകാം നിധായ ഗുഹമാഗത തതോബ്രുവം
മൃതോ ബാലി ഗുഹായാം രക്ഷസാഹതഃ തച്ഛ്രുത്വാ ദുഃഖിതാ സർവേ മാമനിച്ഛന്തമപ്യുതാ രാജ്യേഭിഷേചനം ചക്രു സർവേ വാനരമന്ത്രിണഃ. മാസാൽ ഊർധ്വം 1 മാസം കഴിഞ്ഞപ്പോൾ ഗുഹാദ്വാരാത് ബഹുരുധിരം നിർഗതം. ആ ഗുഹയുടെ പുറത്തേക്ക് കുറേ രക്തം ഒഴുകി വന്നു. അതാണ് പിന്നെ 1 മാസം കഴിഞ്ഞിട്ടും ബാലി പുറത്ത് വന്നില്ല, കുറേ രക്തം ഒഴുകി വന്നു ആ ഗുഹയുടെ ദ്വാരത്തു കൂടി. തദ്ദൃഷ്ട പരിതപ്താംഗ, അത് കണ്ടിട്ട് വല്ലാതെ ദുഃഖിച്ച ഞാൻ, ബാലി മൃത ഇതി ദുഃഖിത, ബാലി മരിച്ചു എന്നുള്ള ഓർത്തിട്ടാണ് ഞാൻ ദുഃഖിച്ചത്. ഗുഹാദ്വാരി ഏകാം ശിലാം നിധായ, ബാലി മരിച്ചു നഞ്ഞി മായാവി അവിടെ കിടന്ന് ചാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗുഹാദ്വാരത്തിൽ, നല്ല ഉദ്ദേശം വെച്ചിട്ടാണ്, ഗുഹാദ്വാരത്തിൽ ഒരു വലിയ കല്ല് വെച്ച് അടച്ചു. ഭയങ്കര നീക്കാൻ വിഷമമുള്ള ഒരു കല്ല് വെച്ച് ആ ഗുഹാദ്വാരം അടച്ചു. കാരണം ബാലി മരിച്ചു വിചാരിച്ചു. ഗൃഹം ആഗത്യ, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഗുഹയാം രാക്ഷസ ഹതഃ ബാലി മൃതഃ ഇതി അബ്രുവം, ഗുഹയിൽ രാക്ഷസനാൽ കൊല്ലപ്പെട്ട ബാലി മരിച്ചു എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെയാണ് വിചാരിച്ച സുഗ്രീവൻ. തത് ശ്രുത്വ, അത് കേട്ടിട്ട് ദുഃഖിത സർവേ വാനരമന്ത്രിണ, അത് കേട്ടിട്ട് ഭയങ്കര ദുഃഖമായി ഈ വാനരമന്ത്രിമാർക്കൊക്കെ. അവരൊക്കെ അനിച്ഛന്തം അഭി ഉതമാം, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല രാജാവ് ആവണമെന്നൊന്നും ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ബാലി മരിച്ച് ദുഃഖത്തിലിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനത്തെ എന്നെ മന്ത്രിമാരെല്ലാവരും കൂടിയിട്ട് രാജ്യാഭിഷേചനം ചക്രു, രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ബാലി മരിച്ചു വിചാരിച്ചിട്ടേ. അതാണപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ 1 മാസം കഴിഞ്ഞിട്ടും ആരും പുറത്തേക്ക് വന്നില്ല. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ ആ ഗുഹാദ്വാരത്തിൽ കൂടി ഒരുപാട് രക്തമൊഴുകി വന്നു. അത് കണ്ടപ്പോൾ ഞാൻ തളർന്നു ശരിക്കും രാമ. കാരണം ബാലി മരിച്ചു തന്നെ ഞാൻ തീർച്ചയാക്കിയിട്ട് ഞാൻ വളരെ ദുഃഖിതനായി. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇനി ബാലി മരിച്ചു എന്താ കാട്ടുക, എന്നാൽ ഞാൻ മായാവി രക്ഷപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഗുഹാദ്വാരം ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് രാജധാനിയിലേക്ക് വന്നു. ഗുഹയിൽ ഈ രാക്ഷസനാൽ ബലി നിഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ എല്ലാവരെയും അറിയിച്ചു. അവർക്കെല്ലാവർക്കും ദുഃഖമായി. ഒടുവിൽ അപ്പോൾ ഈ രാജാവില്ലാണ്ട് അരാജകത്വം ഉണ്ടാവില്ലേ. ബാലി രാജാവായിട്ടില്ല, ആരെങ്കിലും രാജാവാക്കണ്ടേ. അപ്പം ബാക്കി വാനരന്മാരൊക്കെ പറഞ്ഞു, അനിയനായിട്ടുള്ള എന്നെ അവർ രാജാവാക്കാമെന്ന് ആണ് വിചാരിക്കണത്. അതുകൊണ്ട് എന്നോട് രാജാവാവണമെന്ന് നിർബന്ധിച്ചു. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ തന്നെ എന്നോട് രാജാവാവണമെന്ന് അവരെല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് എന്നെ കിഷ്കിന്ധയിലത്തെ രാജാവായിട്ട് അങ്ങോട്ട് അഭിഷേകം ചെയ്തു. ഇതിലൊരു ചീത്ത ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എനിക്ക്. കാരണം ഞാൻ ബാലി മരിച്ചു എന്ന് പറഞ്ഞ് ദുഃഖിച്ചിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഇവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ രാജാവായി, എന്നെ രാജാവാക്കി വാഴിച്ചു. മാസാദൂർധ്വം ഗുഹാദ്വാരാ നിർഗതം രുധിരം ബഹു തദ്ദൃഷ്ട്വാ പരിതപ്താംഗോ മൃതോ ബാലീതി ദുഃഖിതഃ. ഗുഹാദ്വാരി ശിലാമേകാം നിധായ ഗൃഹമാഗത തതോബ്രുവം മൃതോ ബാലി ഗുഹായാം രക്ഷസാഹതഃ. തച്ഛ്രുത്വാ ദുഃഖിതാഃ സർവേ മാമനിച്ഛന്തമപ്യുതാ. അനിച്ഛന്തം, എനിക്ക് ആഗ്രഹമില്ലാതിരുന്നിട്ട് പോലും രാജ്യേഭിഷേചനം ചക്രു, എന്നെ രാജാവാക്കി അഭിഷേകം ചെയ്തു. സർവേ വാനരമന്ത്രിണ, പ്രജകളും ബാക്കി വാനരന്മാരും കൂടിയിട്ട്. ഇനി 54, 55, 56 ചെയ്യാം. ശിഷ്ടം മയാ തദാ രാജ്യം കിഞ്ചിൽ കാലമരിന്ദമാ തതഃ സമാഗതോ ബാലി മാമാഹ പരുഷം രുഷാ ബഹുധാ ഭത്സയിത്വാ മാം നിജഘാന ച മുഷ്ടിഭിഃ തതോ നിർഗത്യ നഗരാദധാവം പരയാഭിയാ ലോകാൻ സർവാൻ പരിക്രമ്യ ഹൃഷ്യമൂകം സമാശ്രിതഃ ഹൃഷേഃ ശാപഭയാൽ സോപി നായാതീമം ഗിരിം പ്രഭോ.
തഥാ കിഞ്ചിൽ കാലം, അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. ഹേ എന്താണ് ശ്രീരാമഭഗവാനെ, അരിന്തമ മീൻസ് ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ എന്നാണ് സംബോധന ചെയ്യണ ശ്രീരാമനെ. ഹേ അരിന്തമ, അല്ലെങ്കിൽ ശത്രുക്കളെ വേഗം നശിപ്പിക്കാൻ കഴിവുള്ളവനെ. താ കിഞ്ചിൽ കാലം, അപ്പോൾ കുറച്ച് കാലം മയാ രാജ്യം ശിഷ്ടാൻ, ഞാൻ കുറച്ച് കാലം രാജ്യമൊക്കെ ഭരിച്ചിരുന്നു. അപ്പോഴോ തതഹ സമാഗത ബാലി, കുറച്ച് ദിവസം കഴിഞ്ഞില്ലേ ബാലിയുണ്ട് തിരിച്ചു വരുന്നു. എന്നിട്ടോ എന്നോട് ദേഷ്യം, രൂഷാ മാം പരുഷം ആഹ, ദേഷ്യത്തോടു കൂടി എന്നോട് വളരെ പരുഷമായ വാക്കുകൾ പറഞ്ഞു, അതായത് ആക്ഷേപിച്ച് പറഞ്ഞു. മാം ബഹുധ ഭത്സയിത്വ, എന്നെ പല പ്രകാരം ഭത്സിച്ചു, അതായത് ദേഷ്യപ്പെട്ടു, ശകാരിച്ചു. മുഷ്ടിഭിഹി നിജഘാനാച്ച, എന്നെ മുഷ്ടി ചുരുട്ടി അടിക്കും ചെയ്തു. തതഹ നഗരാത് നിർഗത്യ, എനിക്ക് വല്ലാതെ വേദനിച്ചപ്പോൾ ഞാൻ വേഗം കിഷ്കിന്ധയിൽ നിന്ന് പുറപ്പെട്ടിട്ട് പരയാഭിയ, ആ പട്ടണത്തിൽ നിന്ന്, ആ തലസ്ഥാനത്തിലാണല്ലോ ഈ രാജധാനിയൊക്കെ, തലസ്ഥാനത്ത് നിന്ന് ഓടിയിട്ട് പരയാഭിയ, വല്ലാത്ത ഭയത്തോടു കൂടി അഥാവ ഞാൻ ഓടി, സർവാൻ ലോകാൻ പരിക്രമ്യ, സർവ്വലോകങ്ങളിലും ചുറ്റിയിട്ട് ഹൃഷ്യമുഖം സമാഗത, ഹൃഷ്യമുഖം എന്നുള്ള ഈ പർവ്വതത്തിൽ ഞാൻ എത്തിപ്പെട്ടു. പ്രഭോ, ഹേ പ്രഭു, ശ്രീരാമനെ വിളിക്കുകയാണ്, ഹേ പ്രഭോ, ഹൃഷേ ശാപഭയാൽ, ഒരു ഹൃഷിയുടെ ശാപത്തിൻ്റെ ഭയം കാരണം ഇമം ഗിരിം, ഈ ഹൃഷ്യമുഖാചലം എന്നുള്ള പർവ്വതത്തിന്, ഹൃഷ്യമുഖ പർവ്വതത്തെ സഹ അഭിന്ന ആയാതി, ഒരിക്കലും ബാലി ഇവിടേക്ക് വരില്ല, തല പൊട്ടിത്തെറുക്കി. അങ്ങനെ കുറച്ച് കാലം ഞാൻ രാജാവായിട്ടൊക്കെ ഭരിച്ചു, എന്നെ രാജാവാക്കി വാഴിച്ചു പറഞ്ഞുവല്ലോ, അത് കുറച്ച് കാലം ഞാൻ രാജ്യമൊക്കെ ഭരിച്ചിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ബാലി ഇങ്ങടെ വരുന്നു, എന്നോട് ഒരുപാട്, ഞാൻ വേണച്ച് ചെയ്തതാണ്, എനിക്ക് രാജാവാൻ വേണ്ടിയിട്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ ബാലിയെ വേണച്ചിട്ടാണ് ഈ ഗുഹയിൽ കല്ല് വെച്ച് അടച്ചിട്ട് ബാലിയെ കൊല്ലാൻ നോക്കിയിട്ട് എനിക്ക് രാജാവുള്ള മോഹത്തിന് ഞാൻ ചെയ്തതാണെന്ന് ബാലി തെറ്റിദ്ധരിച്ചിട്ട് എന്നോട് ഒരുപാട് കോപിച്ച് വളരെ പരുഷമായ വാക്കുകൾ എന്നോട് പറഞ്ഞു, പല വിധത്തിൽ എന്നെ ശകാരിച്ചു, മുഷ്ടികൾ കൊണ്ട് എന്നെ വളരെ വേദനിക്കാൻ തക്കവണ്ണം അടിച്ചു. ഞാനാണെങ്കിൽ പേടിച്ച് നാട് വിട്ട് ഓടി, സർവ്വലോകത്തിലും ചുറ്റി അവസാനം ഞാൻ ഹൃഷ്യമുഖ പർവ്വതത്തിൽ എത്തി. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ, ഒരു ഋഷിയുടെ ശാപം കൊണ്ട് ഈ മലയിലേക്ക്, ഈ ഹൃഷ്യമുഖ പർവ്വതത്തിലേക്ക് ബാലി ഒരിക്കലും പ്രവേശിക്കില്ല. പ്രവേശിച്ചാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ആ ഭയം കൊണ്ട്, തല പൊട്ടിത്തെറിച്ചാലോ എന്നുള്ള ഭയം കൊണ്ട് ഹൃഷ്യമുഖത്തിലേക്ക് മാത്രം ബാലി വരില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്ന്, അതാണ് എൻ്റെ കഥ എന്ന് പറയുകയാണ്. ശിഷ്ടം മയാ തഥാ രാജ്യം കിഞ്ചിത് കാലമരിന്ദമാം തത സമാഗതോ ബാലി മാമാഹ പരുഷം രുഷ, ദേഷ്യപ്പെട്ടു. ബഹുധാ ഭത്സയിത്വാ മാം, ഒരുപാട് ശകാരിച്ചു. നിജഘാനച മുഷ്ടി ചുരുട്ടി ഇടിച്ചു. തതോ നിർഗത്യ നഗരാദധാവം പരയാഭിയ, അപ്പം ഞാൻ ആ നഗരത്തിൽ നിന്ന് ഓടി എല്ലാ ദിക്കിലും പോയി. ലോകാൻ സർവാൻ പരിക്രമ്യ, ലോകം മുഴുവൻ ചുറ്റിയിട്ട് ഹൃഷ്യമുഖം സമാശ്രിത, ഹൃഷ്യമുഖത്തിലെത്തി. ഹൃഷേഹേ ശാപഭയാൽ സോബി നായാതീമം ഗിരിം പ്രഭോ, ഇവിടെ വരാൻ പറ്റില്ല പേടിച്ചിട്ടേ. അങ്ങനെ ഞാൻ ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇനി 57, 58, 59 ചൊല്ലിയാൽ നമുക്ക് ഈ സെഷൻ നിർത്തേണ്ടി വരും. തദാമി മമ ഭാര്യാം സ സ്വയം ഭുങ്ക്തേ വിമൂഢധീ അതോ ദുഃഖേന സന്തപ്തോ ഹൃദാരോ ഹൃദാശ്രയാം വസാമ്യദ്യ ഭവൽപാദ സംസ്പർശാദ് സുഖിതോസ്മ്യഹം മിത്രദുഃഖേന സന്തപ്തോ രാമോ രാജീവലോചന ഹനിഷ്യാമി തവ ദ്വേഷ്യം
ശീഘ്രം ഭാര്യാപഹാരിണം ഇതി പ്രതിജ്ഞാമകരോൽ സുഗ്രീവസ്യ പുരസ്തദാ തദാതി വിമൂഢധീഃ സ മമ ഭാര്യം സ്വയം ഭുങ്ക്തേ. ആ മൂഢബുദ്ധിയായിട്ടുള്ള അവൻ, ധീ പറഞ്ഞില്ലേ, വിമൂഢധി, അങ്ങനെ അത്ര നല്ല ബുദ്ധിയല്ലാത്ത ആ ബാലി അന്ന് മുതൽ എൻ്റെ ഭാര്യയെ അനുഭവിക്കുന്നു. എന്നെ അവിടുന്ന് ആട്ടി പറഞ്ഞയച്ചു അല്ലേ, ഞാൻ പേടിച്ച് ഓടിപ്പോയപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നില്ല. സുഗ്രീവൻ്റെ ഭാര്യ എപ്പോഴും അവിടെയാണ്. എന്നിട്ട് എന്തു ചെയ്തു ഈ ബാലി? എൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി. ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു ഭയം കൊണ്ട്. അപ്പോൾ ആ ദുഷ്ടബുദ്ധിയായിട്ടുള്ള ബാലി അന്ന് മുതൽ എൻ്റെ ഭാര്യയെ അനുഭവിക്കുന്നു. മീൻസ് എൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ പോലെ കാണാൻ തുടങ്ങി. അതഹ ദുഃഖേന സന്തപ്ത, അതിനാൽ ഞാൻ വളരെ ദുഃഖമുള്ളവനും ഹൃദധാരഹ ഹൃദാശ്രയ, അപഹരിക്കപ്പെട്ട ഭാര്യയോടും, എൻ്റെ ഭാര്യ അങ്ങനെ വേറൊരാളുടെ ഭാര്യയായി ഇപ്പോൾ അങ്ങനെ എനിക്ക് താമസിക്കാനും സ്ഥലമില്ലാണ്ടായി. ഭാര്യയും അപഹരിക്കപ്പെട്ടു, എൻ്റെ വാസസ്ഥാനവും അപഹരിക്കപ്പെട്ടു. അങ്ങനെ വസാമി, ഞാനിവിടെ ഇങ്ങനെ തന്നെ വസിക്കുകയാണ്. ഭവൽ പാദ സംസ്പർശാൽ അദ്യ അഹം സുഖിതാ അസ്മി. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഇപ്പോൾ എനിക്ക് ഒരു ശാന്തി തോന്നുന്നുണ്ട്, സുഖം തോന്നുന്നുണ്ട്. മിത്രദുഃഖേന സന്തപ്തം രാജീവലോചന രാമ, മിത്രദുഃഖം കൊണ്ട് വളരെ ദുഃഖിക്കുന്ന താമരസാക്ഷനായ രാമൻ, അതായത് രാജീവലോചനം പറഞ്ഞാൽ താമരയുടെ ഇല പോലുള്ള കണ്ണുള്ള ഭഗവാൻ, തവ ഭാര്യാപഹാരിണം ദ്വേഷ്യം, അങ്ങയുടെ ഭാര്യയെ അപഹരിച്ച ആ ശത്രുവിനെ, മീൻസ് ബാലിയെ, ശീഘ്രം ഹനിഷ്യാമി, ഞാൻ കൊന്നോളാം, ഇതി പ്രതിജ്ഞ എന്ന് ശപഥത്തെ തഥാ സുഗ്രീവസ്യ പുരഹ അകരോ, സുഗ്രീവൻ്റെ മുമ്പാകെ അങ്ങനെ ഒരു പ്രതിജ്ഞ അങ്ങട് ചെയ്തു. ഇങ്ങടെ എന്താ പറഞ്ഞ, അങ്ങയുടെ സുഗ്രീവൻ പറഞ്ഞുല്ലോ, അങ്ങയുടെ രാക്ഷസനാൽ അപഹരിക്കപ്പെട്ട സീതാദേവിയെ ഞാൻ കണ്ടുപിടിക്കാൻ സഹായിക്കാം, ഞാൻ അവരോട് യുദ്ധം ചെയ്ത് അത് അങ്ങയ്ക്ക് ഭാര്യയെ ഞാൻ വീണ്ടെടുക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. ഇപ്പം അതേപോലെ തന്നെ ഈ കഥ മുഴുവൻ കേട്ടപ്പോൾ ശ്രീരാമന് ഈ സുഗ്രീവൻ്റെ ദുഃഖത്തിൽ വളരെ സങ്കടം തോന്നി. സുഗ്രീവൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഭാര്യ അപഹരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, എനിക്ക് താമസിക്കാനും സ്ഥലമില്ല, എൻ്റെ താമസ സ്ഥലവും അപഹരിക്കപ്പെട്ടു, എനിക്ക് രണ്ടുമില്ല, എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കഴിയണത് ഈ പർവ്വതത്തിൽ. അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രീരാമന് ഇപ്പം മിത്രായില്ലോ, സഖ്യമൊക്കെ ചെയ്തപ്പോൾ സഖാവായില്ലോ, മിത്രായില്ലോ. അപ്പോൾ മിത്രത്തിൻ്റെ ദുഃഖം കേട്ടിട്ട് ശ്രീരാമൻ്റെ മനസ്സലിഞ്ഞു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നിൻ്റെ ഭാര്യയെ അപഹരിച്ചില്ലേ, ആ ശത്രുവിനെ, മീൻസ് നിൻ്റെ ഏട്ടനെ ബാലിയെ ഞാൻ കൊല്ലും, ഞാൻ കൊന്നോളാം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് സുഗ്രീവൻ്റെ മുമ്പിൽ ബാലിയെ കൊന്ന് സുഗ്രീവൻ്റെ ഭാര്യയെ ഞാൻ വീണ്ടെടുത്ത് തരാം എന്ന് പ്രതിജ്ഞ ചെയ്തു. ആര്? ശ്രീരാമൻ സുഗ്രീവനോട്. സുഗ്രീവൻ ഇതിനു മുമ്പ് തന്നെ സീതാദേവിയെ കണ്ടുപിടിക്കാനുള്ള എല്ലാ സഹായവും ചെയ്യാമെന്ന് ഇങ്ങടും പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഇങ്ങടും പ്രതിജ്ഞ ചെയ്തു. അതായത് ഈ വിമൂഢധീ പറഞ്ഞുല്ലോ, അതായത് വിചാരമില്ലാത്ത ബാലി അന്ന് മുതൽ എൻ്റെ ഭാര്യയെ അധീനത്തിൽ വെച്ചിരിക്കുക. ഞാൻ ഓടിപ്പോന്നതിന് ശേഷം എൻ്റെ ഭാര്യയും വാസസ്ഥാനവും രണ്ടിപ്പോൾ ബാലി അപഹരിച്ചു. അതുകൊണ്ട് ഞാൻ വല്ലാത്ത ദുഃഖത്തിലാണ് ശ്രീരാമഭഗവാനെ. എനിക്കിപ്പോൾ അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എന്തൊന്നില്ലാത്തൊരു ശാന്തിയും സമാധാനവും തോന്നുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് വളരെ വിഷമം തോന്നി. അപ്പോൾ ആർക്ക്? ശ്രീരാമനും. അപ്പോൾ അത് കേട്ടിട്ടാണ് പറഞ്ഞത്, പുണ്ടരീകാക്ഷനായിട്ടുള്ള രാമൻ, രാജീവലോചനൻ എന്ന് പറഞ്ഞുല്ലോ, പുണ്ടരീകാക്ഷനായിട്ടുള്ള രാമൻ പറഞ്ഞു, അങ്ങയുടെ ഭാര്യ അപഹരിച്ച ശത്രുവിനെ ഞാൻ വേഗം അധികം കാലതാമസം ഇല്ലാണ്ട് ഞാൻ കൊല്ലും, എന്നിട്ട് സുഗ്രീവൻ്റെ മുമ്പാകെ അത് ശപഥം ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്തേണ്ടി വരും. ഞാൻ ആ 3 ശ്ലോകം കൂടിയും ചൊല്ലി 59 കഴിഞ്ഞ് നിർത്താം. തദാമി മമ ഭാര്യാം സ സ്വയം ഭുങ്ക്തേ വിമൂഢധീ അതോ ദുഃഖേന സന്തപ്തോ ഹൃദധാരോ ഹൃദാശ്രയ വസാമ്യത്യ ഭവൽ സംസ്പർശാൽ സുഖിതോസ്മ്യഹം മിത്രദുഃഖേന സന്തപ്തോ രാമോ രാജീവലോചന ഹനിഷ്യാമി തവ ദ്വേഷ്യം ശീഘ്രം ഭാര്യാപഹാരിണം
ഇതി പ്രതിജ്ഞാം അകരോത് സുഗ്രീവസ്യ പുരസ്തദാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.